ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നാളത്തെ കഥയിൽ ജയന്തി ആണെങ്കിൽ ശ്യാമയുടെ അച്ഛനോടും അമ്മയോടും ഭർത്താവിനോടും എല്ലാം വഴക്കുണ്ടാക്കുകയാണ്. കല്യാണത്തിന് ഞാൻ പോകണമെങ്കിൽ എനിക്ക് പുതിയ സാരി വേണമെന്നൊക്കെ പറയുന്നു. ശ്യാമയുടെ അമ്മ അപ്പോൾ ചോദിക്കുന്നുണ്ട്, സ്വർണ്ണവള തന്നില്ലേ, അപ്പോൾ വാങ്ങിയില്ലേ, പിന്നെ ഇനിയും വേണോ എന്നൊക്കെ ചോദിക്കാണ്. ജയന്തി ഡ്രസ്സ് വേണമെന്ന് വാശി പിടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണെങ്കിൽ കുറെ ഡ്രസ്സുമായിട്ട് അഖിൽ തന്നുവിട്ടതാന്നും പറഞ്ഞു ഒരാൾ വരുന്നു. അഖിൽ ശ്യാമയുടെ അച്ഛനെ ഫോൺ ചെയ്തിട്ട് പറയുന്നു, ഞങ്ങൾ എല്ലാവർക്കുമുള്ള ഡ്രസ്സ് തന്നു വിട്ടിട്ടുണ്ട്, കല്യാണത്തിന് ആ ഡ്രസ്സ് തന്നെ ഇട്ടിട്ട് വരണമെന്നൊക്കെ പറയുന്നു. അച്ഛനപ്പോൾ ചോദിക്കുന്നുണ്ട്, എന്തിനാ മോനെ ഇതൊക്കെ വാങ്ങി കൊടുത്തു വിട്ടതെന്ന്. അപ്പോൾ ശ്യാമ ചോദിക്കുകയാണ്, അതെന്താ ഞങ്ങൾക്ക് കൊടുത്തു വിടാൻ പാടില്ലേ എന്ന്. അച്ഛനപ്പോൾ പറയുന്നുണ്ട്, എനിക്കതിൽ സന്തോഷമേ ഉള്ളൂ എന്ന്. ഫോൺ വെച്ചതിന് ശേഷം എല്ലാരോടും കാര്യം പറയുന്നു. ജയന്തിക്കും സമാധാനമാകുന്നു. പിന്നീട് കാണിക്കുന്നത് അരുന്ധതി ദേവിയാണെങ്കിൽ ചാർമിളെ ഫോൺ ചെയ്യുന്നു. ചാർമിളയോട് പറയാണ്, ഞാൻ അരുന്ധതി ദേവിയാണ്, മോൾക്കറിയില്ലേ, മോളല്ലേ കൃഷ്ണ തുളസി എന്ന് ചോദിക്കുന്നു. ചാർമിള അപ്പോൾ ചോദിക്കുന്നുണ്ട്, മേഡം എങ്ങനെയാണ് അറിഞ്ഞതെന്ന്. അപ്പോൾ അരുന്ധതി പറയാണ്, ഞാനാണെങ്കിൽ ഈ ഫീൽഡിലുള്ളതല്ലേ, അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും അറിയുമെന്നൊക്കെ പറയുന്നു. അരുന്ധതി ദേവി എന്തിനാണ് വിളിച്ചതെന്നൊക്കെ ചാർമിളയോട് പറയുന്നു. ചാർമിള അപ്പോൾ പറയാണ്, ഞാൻ എല്ലാ കാര്യങ്ങളും ഒന്ന് ആലോചിച്ചിട്ട് തീരുമാനിക്കാമെന്ന്, അതിനുശേഷം നിങ്ങളെ വിളിക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് ഫോൺ വെക്കുന്നു. ചാർമിളയാണെങ്കിൽ വിവേകിനെ കാണുന്നു. വിവേകിനോടാണെങ്കിൽ അരുന്ധതി ദേവി ഫോൺ വിളിച്ച കാര്യമൊക്കെ പറയുന്നു. വിവേക് അപ്പോൾ പറയുന്നു, ഞാൻ പറഞ്ഞതുപോലെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണം, എന്തുണ്ടെങ്കിലും നീ എന്നെ വിളിച്ചറിയിച്ചാൽ മതി എന്നൊക്കെ പറയുന്നു. പിന്നീട് ഐശ്വര്യയും അപ്പച്ചിയും ആണെങ്കിൽ അമൃതേട്ടത്തിയുടെ അടുത്തേക്ക് ചെല്ലുന്നു. എന്നിട്ട് ശ്യാമയെക്കുറിച്ച് കുറ്റങ്ങൾ പറഞ്ഞു കൊടുത്തിട്ട് കല്യാണം മുടക്കാനൊക്കെ പറയുകയാണ്. അതിനുശേഷം അരുന്ധതി ദേവിയെ ചാർമിള വിളിക്കുന്നു. ചാർമിള പറയാണ്, വിസ്മയ്ക്ക് വേണ്ടി ഞാൻ പാട്ട് പാടാൻ തയ്യാറാണെന്ന്, പക്ഷെ പേയ്മെന്റ് ഒക്കെ എനിക്ക് കൃത്യമായിട്ട് തരണമെന്ന് പറയുന്നു. അരുന്ധതി ദേവി അതൊക്കെ ഞാൻ ശരിയാക്കിക്കൊള്ളാമെന്ന് പറയാണ്. പാട്ട് പാടുന്നതിന് ഒരു എഗ്രിമെന്റ് ഉണ്ടെന്നൊക്കെ അരുന്ധതി ദേവി പറയുന്നു. ചാർമിള അത് അയച്ചു തന്നേക്ക്, ഞാൻ സൈൻ ഇട്ട് തരാമെന്നൊക്കെ പറയാണ്. അതിനുശേഷം വസുന്ധരാമ ശ്യാമയോട് പറയുന്നു, നമുക്ക് കൃഷ്ണ തുളസി എന്ന പാട്ടുകാരിയെ നിങ്ങളുടെ കല്യാണത്തിന് വിളിച്ചാലോ എന്ന്. ആ പാട്ടുകാരിയുടെ പാട്ട് എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്, ഞാൻ എപ്പോഴും കേൾക്കാറുണ്ടെന്നൊക്കെ പറയാണ്. ശ്യാമ അപ്പോൾ പറയാണ്, അവരെ ഒന്നും വിളിക്കേണ്ട, വലിയ ആഘോഷമൊന്നും ആക്കണ്ട എന്നൊക്കെ. വസുന്ധരാമ പറയാണ്, കൃഷ്ണ തുളസിയുടെ പാട്ട് കേൾക്കുമ്പോൾ എനിക്ക് മോള് പാടുന്നത് പോലെയാണ് തോന്നുന്നത്, മോള് പാട്ട് പഠിക്കേണ്ടതായിരുന്നു എന്നൊക്കെ പറയാണ്. അവർ രണ്ടുപേരും സംസാരിക്കുന്നത് അപ്പച്ചിയും ഐശ്വര്യയും മറിഞ്ഞു നിന്ന് കേൾക്കുന്നുണ്ടായിരുന്നു. വസുന്ധരാമ അപ്പോൾ പറയാണ്, കൃഷ്ണ തുളസിയുടെ പാട്ട് വേണ്ട എങ്കിൽ നമുക്ക് വിസ്മയുടെ പാട്ട് ശരിയാക്കാമെന്ന്. ഇപ്പൊ തന്നെ ഞാൻ അരുന്ധതിയെ വിളിക്കാമെന്ന് പറഞ്ഞിട്ട് അരുന്ധതിയെ വിളിക്കുന്നു. അരുന്ധതിയെ വിളിച്ചിട്ടാണെങ്കിൽ ഇവിടെ കല്യാണമാണ്, ശ്യാമയുടെയും അഖിലിന്റെയും വീണ്ടും ഒരു ചടങ്ങ് നടത്തുകയാണ്, അന്ന് വിസ്മയുടെ പാട്ട് വേണമെന്ന് പറയുന്നു. വസുന്ധരാമ അതിനുശേഷം ഫോൺ ആണെങ്കിൽ ശ്യാമയുടെ കൊടുക്കുന്നു. ശ്യാമയും പാട്ട് വേണമെന്ന് പറയുന്നു. എന്താണ് നടക്കാൻ പോകുന്നതെന്ന് ഓർത്തിട്ട് ശ്യാമ വിഷമത്തിലാകുന്നു. അരുന്ധതി ദേവിയോടാണെങ്കിൽ വിസ്മയ ചോദിക്കുന്നുണ്ട്, ഈ പ്രാവശ്യം നമ്മൾ പെട്ടുപോയല്ലോ, ഇനി എന്താണ് ചെയ്യുക എന്ന്. അരുന്ധതി അപ്പോൾ വിസ്മയോട് പറയണം, മോള് പേടിക്കേണ്ട, നമുക്ക് ചാർമിളയെ വിളിക്കാം, അവളുടെ പാട്ട് പരീക്ഷിക്കാൻ പറ്റിയ സമയവുമാണെന്നൊക്കെ പറയുന്നു. അരുന്ധതിയാണെങ്കിൽ ചാർമിളയെ ഫോൺ വിളിച്ചിട്ട് അഖിലിന്റെയും ശ്യാമയുടെയും വിവാഹത്തിന് പാട്ട് പാടാൻ വരണമെന്ന് പറയുന്നു. ചാർമിള അപ്പോൾ ചോദിക്കുന്നുണ്ട്, വിസ്മയ്ക്ക് വേണ്ടി ഞാൻ പാട്ട് പാടാൻ വരണോന്നൊക്കെ. അപ്പോൾ അരുന്ധതി ദേവി പറയണം, മോൾ ഒന്നുകൊണ്ട് പേടിക്കേണ്ട, ഞാൻ എല്ലാ കാര്യങ്ങളും നോക്കിക്കൊള്ളാമെന്ന് പറയാണ്. ഇതോടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു. പുതിയ കഥയുമായി വീണ്ടും കാണാം. താങ്ക്